ഇത്. മകൾക്ക് നീതി കിട്ടുകയല്ലേ? വിധി പറയട്ടെ. വിധി പറയുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റൂ. കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. വിധി വരട്ടെ. പ്രോസിക്യൂഷൻ നന്നായിട്ട് വാദിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി 100% അദ്ദേഹം വിധി കിട്ടുമെന്നാ പ്രതീക്ഷിക്കുന്ന അമ്മ. എന്താ പ്രതീക്ഷിക്കുന്നത്? സാറ് പറഞ്ഞു. എങ്കിൽ പോലും നമ്മൾ ഇത്രയും കാലം നടത്തിയ നിയമ പോരാട്ടത്തിന് ഒരു ഫലം കൂടി കിട്ടുകയല്ലേ? അതെ, ജഡ്ജിമാരും കൂടെ കിട്ടിയെങ്കിൽ പറഞ്ഞ് അതിൻ്റെ വിധിയും കൂടെ അറിഞ്ഞെങ്കിൽ നമുക്ക് ഒരു ആശ്വാസമൊന്നുമില്ല. നമുക്ക് പോകാനുള്ള എല്ലാം പോയി. പക്ഷേ എന്നാലും ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാത്ത രീതിയിൽ മാതൃകാപരമായ ഒരു വിധി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലേ? അങ്ങനെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിപ്പോൾ നമുക്കിപ്പം പറയുന്നത് ശരിയല്ല. കാരണം ജഡ്ജ്മെൻ്റ് ആയില്ലല്ലോ. നമ്മൾ കയറി അതിൻ്റെ അകത്ത് നമ്മൾ കയറി കോടതിയുടെ കയ്യിലിരിക്കുന്ന ഇപ്പം 17-ാം തീയതി മറ്റന്നാൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ അഡ്വക്കേറ്റ് പറയും, പുള്ളിക്കാരെ കൊണ്ടറിയാവുള്ളൂ. ഒരു 3 വർഷത്തോളം അടുത്ത സമയമാണ് ഈ ഒരു നീതിക്ക് വേണ്ടി നമുക്ക് പറയാം. അത്തരത്തിലൊരു പോരാട്ടം 2 വർഷവും 10 മാസവും 7 ദിവസവും എന്നാകുവാണ് കൊച്ചു മരിച്ചിട്ട്. അത് 2.5 വർഷവും നമ്മളിതിനു വേണ്ടി പുറകെ നടക്കുകയായിരുന്നു. ശിക്ഷാ വിധിക്കുന്നതിനുള്ള വാദം അതിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കേൾക്കാവുന്നതാണോ? അതിപ്പോൾ ഞാൻ കേട്ടില്ല, അതിനകത്ത് അത് അറിയത്തില്ല. അത് എങ്ങനെയാണെന്ന് അഡ്വക്കേറ്റ് പറയും. ഞാൻ ഇത് അപൂർവമായ ഒരു കേസായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ പറ്റിയല്ല. അതൊക്കെ ഇല്ല, നമുക്ക് അത് അപൂർവമായൊരു വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ട്, അത് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കുന്നേ ഉള്ളൂ. അത് കോടതിയല്ലേ തീരുമാനിക്കുന്നത്. ആരോഗ്യ രംഗത്തൊക്കെ ഇതിന് ശേഷം വലിയ പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കുറ്റവാളിക്ക് അങ്ങനെ ഒരു മാതൃകാപരമായ വിധി പരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല.